നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗായുള്ള അവന്റെ ഫസ്റ്റ് ആൽബം ജീവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ഇത് രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ജീവനെ സംബന്ധിച്ച് ഇത് ഒരുപാട് ലേറ്റ് ആയിപ്പോയി. പക്ഷെ ഗായുള്ള ഇപ്പോഴാണ് അതിനുള്ള സമയമായത്. നമുക്ക് രണ്ടുപേർക്കും ഇനിയിപ്പോൾ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാമെന്ന് ഗായുള്ള പറയുമ്പോൾ ശരിക്കും ഇയാളെ സെറ്റിൽ ചെയ്യാൻ റെഡി ആണോ എന്ന് ജീവൻ അവൻ്റെ അടുത്ത് ചോദിക്കും. എനിക്ക് ഇയാളെ നഷ്ടപ്പെടാൻ വയ്യാന്നാണ് അവൻ മറുപടി പറയുന്നത്. അവന് സെറ്റിൽ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് മാറാൻ റെഡി ആയതാണെന്ന് ജീവൻ തിരിച്ചറിയും. അവൻ ഫ്രീ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അവൻ്റെ ആ സ്വഭാവമാണ് ജീവൻ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ടോ മറ്റാർക്കും വേണ്ടിയിട്ടോ ഇയാൾ ഒരിക്കലും മാറാനായിട്ട് പാടില്ല. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഇയാൾക്ക് ആദ്യത്തെ ആൽബം റിലീസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. സ്റ്റേജിൽ ഷൈൻ ചെയ്യുന്നത് കാണാനും എനിക്കൊരു അവസരം തന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. പക്ഷെ നമ്മളുടെ റിലേഷൻ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. കാരണം നമ്മളുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ വ്യത്യസ്തമാണെന്ന് ജീവൻ അവൻ്റെ അടുത്ത് പറയും. യാത്ര പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പാർട്ട് ടൈം ജോബ്സ് ഒക്കെ ചെയ്ത് പൈസ സേവ് ചെയ്യായിരുന്നു എന്ന് ജീവന് അറിയായിരുന്നു എന്ന് അവന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ റിലേഷൻഷിപ്പിന്റെ എൻഡ് ആണെന്ന് ഗായുൾ അക്സെപ്റ്റ് ചെയ്യും. അന്ന് വീട്ടിലെത്തിയിട്ട് ആൽബം കേൾക്കാനുള്ള ധൈര്യം ജീവനില്ലായിരുന്നു. അവള് ഗായുളിന്റെ ആൽബം കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും അത് കേൾക്കുകയാണെങ്കിൽ അവൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഓർക്കുന്ന പോലെ ആവും. അതുകൊണ്ട് തന്നെ അവൾ അത് കേൾക്കുന്നില്ല. ജീവൻ കരഞ്ഞ ആകെ ഒരു പരുവത്തിൽ ഇരിക്കുകയാണ്. ഗായുൾ ഇപ്പോൾ നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ ഒരു ഏജൻസി ആയിട്ട് സൈൻ ചെയ്യും. പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇനിയും ഡേറ്റ് ചെയ്താലെന്ന് നോ അവളുടെ അടുത്ത് ചോദിക്കും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ബ്രേക്കപ്പ് ആവും. ഞാൻ വീണ്ടും ഈ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അതിനെനിക്ക് ആഗ്രഹമില്ല. ഞാൻ അത് അവസാനിപ്പിച്ചതാണെന്ന് ജീവൻ അവളുടെ അടുത്ത് പറയും. അന്നേരം മാർക്കറ്റിംഗ് ടീമിലെ നാരി എന്ന് പറഞ്ഞ പെൺകുട്ടി അങ്ങോട്ടേക്ക് വരും. എന്നെ വീക്കെൻഡിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. എന്തുകൊണ്ടാണ് വീക്കെൻഡ് ഫ്രീ ആണോ എന്ന് ക്യാൻ ചോദിച്ചതെന്ന് അന്നേരമാണ് നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാ ദിവസവും ഓവർ ടൈം വർക്ക് ചെയ്യുകയാണ്, ഇനി വീക്കെൻഡിലും വർക്ക് ചെയ്യണോ എന്ന് നോവ നാരിയുടെ ചോദിക്കുമ്പോഴത്തേക്കും അത് പ്രശ്നമില്ല എന്ന് ജീവൻ പറയും. അപ്പോൾ ഒരു ബേസ്ബോൾ ഗെയിം നടക്കാൻ പോവുകയാണ് ഒരു സ്റ്റേഡിയത്തിൽ. അവിടെ വെച്ചിട്ട് ഇവരുടെ റെഫ്രിജറേറ്റർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു ഐഡിയ ക്യാങ്ങിന്റെ ആയിരുന്നു എന്ന് നാരി പറയും. ക്യാങ്ങിന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് എങ്ങനെയുണ്ട്, റൂമേഴ്സ് ഒക്കെ ശരിയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അതിലും കഷ്ടമാണ്, അതിലും മോശമായിട്ടാണ് ക്യാങ് ജീവന്റെ അടുത്ത് പെരുമാറുന്നതെന്ന് നോവ പറയും. അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഇവൾ ഡിഫെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ടേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നാരി ചോദിക്കും. നോയ്ക്കും സംശയം ഉണ്ടെന്ന് കാണുമ്പോൾ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഏയ് അങ്ങനെയൊന്നുമില്ല, പറഞ്ഞതൊക്കെ ശരിയാണ്. ആള് അത്യാവശ്യം കെയറിംഗ് ഒക്കെ ആണെങ്കിലും ചില സമയത്ത് പല രീതിയിലാണ് സംസാരിക്കുന്നതൊക്കെ അവള് കുറ്റം പറഞ്ഞ് സംസാരിക്കും. ഇത് കേട്ടോണ്ടാണ് ക്യാങ് അങ്ങോട്ടേക്ക് വരുന്നത്. അവർ രണ്ടുപേരും സ്ഥലം വിടും. അവൻ കേട്ടു എന്ന് ജീവന് മനസ്സിലാവും. ഞാനിവിടെ സംസാരിച്ചതെല്ലാം കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ കേട്ടു ക്യാങ് പറയും. ജീവൻ അപ്പോളജൈസ് ചെയ്യും. ഇയാള് പറഞ്ഞതുകൊണ്ട് അതിലെന്തെങ്കിലും സത്യം കാണുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. എന്റെ പ്രോജക്റ്റ് തട്ടിയെടുത്തതും പോരെ, ഇനി അതിന്റെ പ്രസന്റേഷനും ഒരു നാണം ഇല്ലാതെ ഇയാളാണോ ചെയ്യാൻ പോകുന്നതെന്ന് മാനേജർ വന്നിട്ട് സിവുവിന്റെ അടുത്ത് ചോദിക്കും. ഞാനല്ല, അത് മിസ്റ്റായാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ആദ്യത്തെ സ്റ്റേജ് മുതൽ ലാസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് വരെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് ചായക്കാണെന്ന് അവൻ പറയുമ്പോഴത്തേക്കിനും ഒരു സീനിയർ അസോസിയേറ്റിനെ വെച്ച് ഞങ്ങൾ ഇതുവരെ പുതിയൊരു പ്രോഡക്റ്റിന്റെ പ്രസന്റേഷൻ കൊടുത്തിട്ടില്ല, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അയാളെ പറഞ്ഞത് മനസ്സിലാക്കാനായിട്ട് മാനേജർ ജിയോന്റെ അടുത്ത് പറയും. അത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ക്യാങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സത്യം കാണുമെന്നാണ് അവൾ അന്നേരം അയാൾക്ക് മറുപടി കൊടുക്കുന്നത്. അത് സിവുവിന് ഇഷ്ടപ്പെടും. ഇയാളെ കൊണ്ട് എന്തുകൊണ്ടും പറ്റും. കാരണം ഇത്രയും കാലം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയത് ഇയാളെ മാത്രമാണ്. ഇയാളെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് അവൻ പറയുമ്പോൾ അവൾ സമ്മതിക്കും. മാനേജർ കോയ്ക്ക് ദേഷ്യമാവും. നോ ഒരു ലാംഗ്വേജ് ക്ലാസ്സിന് ജോയിൻ ചെയ്യും. അന്നേരം ഒരു പയ്യൻ വന്നിട്ട് അവളുടെ അടുത്ത് നമ്പർ ചോദിക്കും. എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അവൾ പറയുമ്പോഴത്തേക്കിനും ഞാൻ ഇവിടുത്തെ ട്യൂട്ടറാണ്, എല്ലാ സ്റ്റുഡൻസിന്റെയും നമ്പർ ഞാൻ വാങ്ങാറുണ്ടെന്ന് ആ പയ്യൻ പറയും. ഞാൻ തെറ്റിദ്ധരിച്ചാണെന്ന് പറഞ്ഞിട്ട് അവള് നമ്പർ എഴുതി കൊടുക്കും. നോവ എന്നാണ് അവളുടെ പേരെന്ന് അവൻ മനസ്സിലാക്കും. ബീച്ചിൽ വെച്ചിട്ട് അവൾക്ക് ക്യാപ്പ് കൊടുത്ത പയ്യനായിരുന്നു. ഇനി നമ്മൾ കാണുമ്പോൾ എൻ്റെ ഹാറ്റ് തിരിച്ചു തരണം, എനിക്കത് സ്പെഷ്യൽ ആണെന്ന് അവൻ പറയുമ്പോഴാണ് ബീച്ചിൽ വെച്ച് കണ്ട ആളാണെന്ന് നോവ തിരിച്ചറിയുന്നത്. അങ്ങനെ അടുത്ത ദിവസം സ്റ്റേഡിയത്തിലേക്ക് ജീവൻ വരുമ്പോൾ കാണുന്നത് സിവുവിന്റെ അടുത്ത 3 കുട്ടികള് ഹെൽപ്പ് ചോദിക്കുന്നതാണ്. അവരുടെ ബേസ്ബോള് അവിടുത്തെ മരത്തിന്റെ മേളിൽ സ്റ്റക്കായി പോയി, അവർക്കത് എടുക്കണം. സിവുവിന്റെ അടുത്ത് എടുത്തു കൊടുക്കാൻ പറയുമ്പോൾ എനിക്ക് അത്രയും പൊക്കമില്ല എന്നാണ് അവൻ പറയുന്നത്. ഞങ്ങൾക്കും അത്രയും പൊക്കം ഇല്ലല്ലോ, ഇയാൾക്കാണല്ലോ കൂടുതലുള്ളത്, അപ്പൊ ഈ ബാറ്റ് വെച്ചിട്ട് അതൊന്ന് തട്ടി താഴെ ഇട്ട് തരാനായിട്ട് കുട്ടികൾ പറയുന്നുണ്ട്. പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല. അതിലൊരു കുട്ടിയെ കൊണ്ട് ബാറ്റ് പിടിപ്പിച്ചിട്ട് അതിനെ കൊണ്ടാണ് അത് താഴെ ഇടിക്കുന്നത്. ഇത് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തതല്ല, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തതാണെന്ന് അവൻ കുട്ടികളുടെ അടുത്ത് പറയുന്നുണ്ട്. അവരെ എൻകറേജ് ചെയ്യുന്ന രീതിക്കാണ് അവൻ സംസാരിക്കുന്നത്. കുട്ടികൾക്ക് സന്തോഷവും ഒരു ചോക്ലേറ്റ് അവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടാണ് അവർ പോകുന്നത്.
ആ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാമെന്ന് ആദ്യമേ ഇയാൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ ആദ്യമേ അതങ്ങ് ചെയ്താൽ പോരായിരുന്നോ? എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇയാളുടെ സംസാരം കാരണമാണ് ആളുകൾ ഇയാളെ തെറ്റിദ്ധരിക്കുന്നതെന്ന് ക്യാങ്ങിന്റെ അടുത്ത് ജിയൂൺ പറയും. ഞാൻ ഇന്ന് വരാനായിട്ട് പറഞ്ഞത് ഇവിടെ മാർക്കറ്റിംഗ് ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ ഒരുപാട് പേര് ഈ ഗെയിം കാണാനായിട്ട് വരും. അതിൽ നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സും ഉണ്ടാവും. അപ്പൊ അവരുടെ മുമ്പിൽ ആദ്യം ഇത് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വേണം ആ സ്റ്റേജിൽ ചെന്നിട്ട് അത് പറയാനായിട്ടെന്നൊരു ഐഡിയ കിട്ടുമെന്ന് സിവു പറയുന്നതന്നെയാണ് അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയതെന്ന് ജിയൂണ് മനസ്സിലാവുന്നത്. ഗെയിം കാണാമെന്ന ആളുകൾക്ക് കുറച്ചു നേരം അവര് റെഫ്രിജറേറ്റർ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഗെയിം സ്റ്റാർട്ട് ചെയ്യും. അത് പോയി കണ്ടോളാനായിട്ട് നാരി ക്യാങ്ങിന്റെ അടുത്തും ജിയൂണിന്റെ അടുത്തും പറയും. അങ്ങനെ അവര് സ്റ്റേഡിയത്തിലേക്ക് ചെല്ലും. കുറച്ചു നേരം ഗെയിം കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരു ബോള് അവളുടെ അടുത്തേക്ക് വരുന്നത് കാണും. അവൾ ഫ്രീസ് ആയിട്ട് നിൽക്കും. പെട്ടെന്ന് ക്യാങ് ആണ് അവളുടെ മുഖത്ത് തൊട്ടാതെ അത് പെട്ടെന്ന് കയറി പിടിക്കുന്നത്. ഇയാൾ എന്തുകൊണ്ടാണ് അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാത്തതെന്ന് പറഞ്ഞ് അവൻ വഴക്ക് പറയുമ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഞാൻ പാനിക് ആയിട്ട് ഫ്രീസ് ആവാറുണ്ടെന്ന് അവള് അവനോട് പറയും. ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. കിസ് ടൈം ആവും. ക്യാമറ ഓരോരോ കപ്പിൾസിനായിട്ട് ഫോക്കസ് ചെയ്യും. അവര് കിസ് ചെയ്യും. ഒരു പ്രാവശ്യം ക്യാമറ സൂം ചെയ്യുന്നത് ജിയൂണിനെയും സിവുവിനെയാണ്. ഇത് ഇയാളുടെ ചേച്ചിയല്ലേ എന്ന് ജിയൂണിന്റെ അനിയന്റെ അടുത്ത് ആരോ ചോദിക്കും. അവൻ അന്നേരം തന്നെ അത് അമ്മയെ വിളിച്ച് കാണിക്കും. ജിയൂണിന്റെ കൂടെ ഉള്ളത് ആരാണെന്ന് രണ്ടുപേർക്കും അറിയത്തില്ല. ഞങ്ങൾ കപ്പിളല്ല, പറ്റത്തില്ല എന്നൊക്കെ ജിയൂൺ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ക്യാങ് അപ്പോളജൈസ് ചെയ്തിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലും. അവളെ കിസ് ചെയ്യാനാണ് നമ്മൾ വിചാരിക്കും. പക്ഷെ അടുത്തുള്ള മാസ്കോട്ടിനാണ് അവൻ കിസ് ചെയ്യുന്നത്. അത് സ്റ്റേഡിയത്തിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല. ക്യാങ് അധികമൊന്നും സംസാരിക്കത്തില്ലെങ്കിലും ആളെന്നുള്ള കെയറിംഗ് ആണെന്ന് ജിയൂൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്കിന്ന് മനസ്സിലായിന്ന് ഇവന്റെ എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് നാരി ക്യാങ്ങിന്റെ അടുത്ത് പറയും. ജിയൂണിന്റെ അടുത്ത് ലഞ്ച് ഞാൻ വാങ്ങിത്തരാം, വീക്കെൻഡ് വർക്ക് ചെയ്തതല്ലേ എന്ന് ക്യാങ് പറയുന്നുണ്ട്. പക്ഷെ അവള് വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് അവന്റെ കൂടെ ചെല്ലും. ജിയൂൺ ഗായലിനെ ഡേറ്റ് ചെയ്യുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അവന് സ്ഥിരമായിട്ട് ഒരു ജോലിയൊന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷെ ഇപ്പോ അവൻ ആൽബം ഒക്കെ റിലീസ് ചെയ്തു, ലൈവ് ഷോസ് ഒക്കെ നടത്തുന്നുണ്ടെന്നൊക്കെ അനിയൻ പറയുന്നത് കേൾക്കുന്നുണ്ടേ. എങ്കില് വീണ്ടും അവനെ ഡേറ്റ് ചെയ്തോളാൻ അമ്മ പറയും. ഇത് കേൾക്കുമ്പോൾ ജിയൂണിന് ദേഷ്യം വരുന്നുണ്ട്. നേരത്തെ അമ്മ ഇങ്ങനൊന്നും അല്ലായിരുന്നു. അവളുടെ കൂടെ സ്റ്റേഡിയത്തിൽ കണ്ടത് ആരാണെന്ന് അനിയൻ ചോദിക്കും. ബോസ് ആണെന്ന് പറയുമ്പോൾ ആൾ കല്യാണം കഴിച്ചതാണോ എന്നാണ് അമ്മയ്ക്ക് വീണ്ടും അറിയേണ്ടത്. അമ്മ വീണ്ടും വീണ്ടും എന്തിനാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് അവൾ ആലോചിക്കും. അവരുടെ കമ്പനിയിൽ അത്രയും നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾ എന്തായാലും കല്യാണം കഴിഞ്ഞ ആളായിരിക്കും, അയാൾക്ക് നല്ല സാലറി കാണും എന്നൊക്കെ അനിയൻ പറയും. അമ്മ അവളുടെ പ്രൊഫൈല് ഒരു മാച്ച് മേക്കിംഗ് ഏജൻസിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് അനിയൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ധൃതി വെക്കുന്നതെന്ന് അവൾ അമ്മയോട് ചോദിക്കും. നിങ്ങളുടെ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അമ്മ പറയുമ്പോൾ അമ്മയ്ക്ക് ലൈഫിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് തീരുമാനിച്ച് ചെയ്തേക്കണം, അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് എന്നെ പിടിച്ചിടേണ്ട ആവശ്യം എന്താണ്, ഞാനൊരു എക്സ്ക്യൂസ് ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് വരേണ്ട ആവശ്യം എന്താണെന്നൊക്കെ ചോദിച്ച് ജിയൂൺ ദേഷ്യപ്പെടും. സ്റ്റേഡിയത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴി ഗായയുടെ ആൽബം ഒക്കെ സിബു എടുത്ത് കേട്ടു നോക്കും. അവൻ വരുന്നത് ഫ്രണ്ടായ സംഗമിന്റെ കഫേയിലേക്കാണ്. ഇന്ന് ജിയൂൺ കൂടെയില്ലേന്ന് അവൻ ചോദിക്കുമ്പോൾ വീക്കെൻഡ് അല്ലേ, പ്ലാൻസ് ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞതെന്ന് പറയും. ശരിയാണ്, വീക്കെൻഡിൽ ബോസിന്റെ കൂടെ ആരും ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടത്തില്ലല്ലോ എന്ന് ഫ്രണ്ടും പറയും. നിനക്ക് ശരിക്കും ജിയൂണിനെ ഇഷ്ടമാണോ എന്ന് ഫ്രണ്ട് എടുത്ത് ചോദിക്കും. അവൻ ആദ്യമൊന്നും മിണ്ടത്തില്ല. പെട്ടെന്നൊക്കെ ഒരാളുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് റൂഡാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകും. ചെറുതിലെ അച്ഛൻ ജിയൂണിന് ഒരു കാസറ്റ് പ്ലെയർ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലാണ് അവൾ ഇപ്പോഴും പാട്ടൊക്കെ കേട്ടോണ്ടിരുന്നത്. അത് ചീത്തയാവും. അങ്ങനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അവൾ കൊണ്ടുവരുന്നത് ആ റിപ്പയർ ഷോപ്പിലേക്കാണ്. അവിടുത്തെ ആള് ജിയൂണിന്റെ അച്ഛനാണ്. അമ്മയുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഇനി അച്ഛനോട് റിസെന്റ്മെന്റ് മാത്രമേ ബാക്കി കാണത്തുള്ളൂ എന്ന് ജിയൂൺ അച്ഛനെ ഓർമ്മിപ്പിക്കും. എന്തായാലും ഇവിടെ അധികം ആളുകളൊന്നും വരുന്നില്ല, ഉടനെ തന്നെ ഞാൻ ഈ കട പൂട്ടാൻ പോവുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ അവരോട് നോ പറയാൻ എനിക്ക് പറ്റത്തുമില്ല എന്ന് അച്ഛൻ അവളോട് പറയും. സിബു അച്ഛന് ഗിഫ്റ്റ് കൊടുത്ത സാധനം അവൾ കാണും. ഇത് അച്ഛൻ അമ്മ അറിയാതെ വാങ്ങിയതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാണെന്ന് അച്ഛൻ പറയും. ഇപ്പൊ ഇത്രയും പൈസ കൊടുത്ത ആരാണ് അച്ഛൻ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് അവൾക്കറിയത്തില്ല. ചെറുതിലേ മുതൽ ആ കുട്ടി ഇവിടെ വരുന്നുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ വീട്ടിലെ മ്യൂസിക് സിസ്റ്റം എല്ലാം അഴിച്ചിട്ടിട്ട് അവന് തിരിച്ചു വെക്കാനായിട്ട് അറിയത്തില്ലായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഇവിടേക്ക് വന്നത്. അത്രയ്ക്കും ക്യൂരിയസ് ആണെങ്കിൽ ഇവിടെ വന്നിരുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചോളാൻ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും അവൻ സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട്. അവൻ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് സമയം പോകുന്നത് അറിയത്തില്ല എന്ന് അച്ഛൻ അവളോട് പറയും. അച്ഛൻ പറഞ്ഞത് സീവുവിനെ പറ്റിയാണ്. അവൾ പോയി കുറച്ച് കഴിയുമ്പോൾ സീവു അങ്ങോട്ടേക്ക് വരും. കാസറ്റ് പ്ലെയർ കാണുമ്പോൾ ഞാനിത് ശരിയാക്കിക്കോട്ടെ എന്ന് അവൻ ചോദിക്കും. എന്റെ മോളുടെയാണ്, ഇപ്പൊ കൊണ്ടുവന്ന് തന്നിട്ട് പോയതേ ഉള്ളൂ എന്ന് അച്ഛൻ അവനോട് പറയും. അവൻ ചെറുതിലേ മുതൽ അവിടെ വരുന്നത് കൊണ്ട് അയാൾക്കൊരു മോളുണ്ടെന്ന് അവനറിയാം. ബേസ്ബോൾ ഗെയിമിന്റെ ഇടയ്ക്ക് കിസ് ക്യാമ്പ് ജിയൂണിനെയും സിബുവിനെയും കൂടി സൂം ചെയ്തതുകൊണ്ട് അവർ ഡേറ്റ് ചെയ്യുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് റൂമേഴ്സ് ഓഫീസിൽ സ്പ്രെഡ് ആവും. അന്നത്തെ ദിവസം
മാർക്കറ്റിംഗ് ടീമിൽ നിന്ന് ഞാനും ഉണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യാനായിട്ട് പോയതാണെന്നും പറഞ്ഞ് ഇങ്ങനെയുള്ള ഒരു കമന്റിന് നാരി റിപ്ലൈ കൊടുക്കും. പക്ഷെ അത് കാണുമ്പോഴത്തേക്കിനും റൂമേഴ്സ് ഒക്കെ ശരിയാണ്, ക്യാങ് അങ്ങനെ ഒരാളാണോ, വീക്കെൻഡിൽ പോലും കൂടെയുള്ള ആളുകളെ കൊണ്ട് ജോലി ചെയ്യിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിക്കാവും പിന്നീട് ആളുകളുടെ ഡിസ്കഷൻ. എന്തായാലും രണ്ടുപേരെ പറ്റിയുള്ള റൂമേഴ്സ് ഇതുകൊണ്ട് നിൽക്കുമല്ലോ എന്ന് നാരിയും നോയയും സമാധാനിക്കും. ഒന്നെങ്കിലും അവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള ക്യാങ്ങിന്റെ ടീം മെമ്പേഴ്സിനെ പോലെ ജിയൂണും സഫർ ചെയ്യാനായിട്ട് പോവുകയാണ്. എന്താണെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്നൊക്കെയാണ് റെസ്റ്റ് റൂമിൽ ആളുകൾ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ജിയൂൺ കേൾക്കും. ഈ പ്രസന്റേഷൻ എന്തുകൊണ്ട് ഫ്ലോലെസ് ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടെന്ന് ക്യാങ് ജിയൂണിന്റെ അടുത്ത് പറയും. അതെനിക്കറിയാം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി എന്ന് അവളും പറയും. അങ്ങനെ അവൻ എങ്ങനെയാണ് കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാവരുടെയും ഫ്രണ്ടിൽ ഇത് പ്രസന്റ് ചെയ്യേണ്ടതെന്ന് അവർക്ക് ക്ലാസ് എടുക്കും. ഇത് ഓഫീസിൽ എല്ലാവരും കാണും. അവൻ വളരെ സ്ട്രിക്റ്റ് ആണെന്നാണല്ലോ അവർക്കെല്ലാം അറിയാവുന്നത്. ജിയൂൺ പെട്ടുപോയതാണെന്ന് അവരൊക്കെ വിചാരിക്കും. ഇതിനു മുമ്പ് ഇതുപോലെ ഇവന്റെ ടീമിൽ ഉണ്ടായിരുന്ന ഒരാള് പ്രസന്റേഷൻ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവസാനം അയാൾക്ക് തെറാപ്പിക്ക് പോകേണ്ടി വന്നു എന്നൊക്കെ അവർ പരസ്പരം സംസാരിക്കും. ഇതെല്ലാം മാനേജർ കോ കേൾക്കും. എല്ലാവരുടെയും ജിയൂണിന്റെ അവസ്ഥയിൽ സഹതാപം തോന്നും. ശരിക്കും ക്യാങ് അവളെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുകയാണ്. ജിയൂണും ക്യാങ് കൂടി അതിനുശേഷം ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ മിസ്റ്റോയി എവിടെയുണ്ട്, അറ്റ്മോസ്ഫിയർ ഓക്വേർഡ് ആണ്. അതിന്റെ കൂട്ടത്തിൽ മാനേജർ കോയും കൂടി വരും. ഇവിടെ നേരത്തെ ജോലി ചെയ്തിരുന്ന ലീ എന്ന് പറഞ്ഞ ആളുടെ നമ്പർ ഉണ്ടോ എന്ന് അയാളെ ചോദിച്ചെടുത്ത് ചോദിക്കും. ഇല്ലാന്ന് പറയുമ്പോഴത്തേക്കിനും അല്ല, അയാളുടെ നേരത്തെ ഉണ്ടായിരുന്ന ബോസ് ഒരു പുതിയ പ്രോഡക്റ്റ് പ്രസന്റേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ അയാളെ നിർബന്ധിച്ചു. അങ്ങനെ അയാൾക്ക് പാനിക് അറ്റാക്ക് ഒക്കെ വന്നിട്ട് ഇപ്പോൾ തെറാപ്പിയിലാണ്. അയാളെ ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയും. ഇയാൾ ഉദ്ദേശിച്ചത് ക്യാങ്ങിനെയാണെന്ന് ജിയൂണിന് മനസ്സിലാവും. അവൾ നോക്കുമ്പോൾ അവനാണെങ്കിൽ ഇതൊന്നും അവനെ ബാധിക്കാത്ത മട്ടിൽ നിൽക്കുകയാണ്. ഹാറ്റ് കൊടുത്ത പയ്യൻ ഇതിന്റെ ഇടയ്ക്ക് നോവയെ വിളിച്ചിട്ട് ഇതാണ് എന്റെ നമ്പർ, സേവ് ചെയ്ത് വെക്കണമെന്ന് പറയും. വൈകിട്ടാവുമ്പോൾ വീണ്ടും വിളിച്ചിട്ട് എനിക്ക് എന്റെ ഹാറ്റ് അത്യാവശ്യമായിട്ട് വേണം, ക്ലബിലേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അവൻ DJ ആയിട്ട് അവിടെ ജോലി ചെയ്യുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഇവളെ പേരെടുത്ത് വിളിച്ചാണ് സംസാരിക്കുന്നത്. അത് നോവയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇയാൾക്ക് എത്ര വയസ്സായെന്ന് ചോദിക്കുമ്പോൾ ആ പയ്യന് 23 വയസ്സായിട്ടുള്ളൂ, ഇവക്ക് 29 ആയിട്ടുണ്ട്. അതുകൊണ്ട് റെസ്പെക്റ്റോട് കൂടി സംസാരിക്കണം എന്ന് അവൾ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങും. ഇയാളുടെ ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് അവൻ പറയുമ്പോഴത്തേക്കിനും ഇവളത് മൈൻഡ് ചെയ്യാതെ ഇറങ്ങുന്നുണ്ടേ. നിങ്ങൾ ബ്രേക്കപ്പ് ആയെന്ന് ചോദിച്ചിട്ട് ഒരു കോമൺ ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് മെസ്സേജ് വരും. എങ്ങനെ അറിഞ്ഞു ചോദിക്കുമ്പോൾ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് അവിടെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ബ്രേക്കപ്പ് ആയി, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നോവ തയ്യാറില്ല, അതുകൊണ്ട് അവനോട് ബെഗ് ചെയ്തു വീണ്ടും ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു എന്നൊക്കെയാണെന്ന് പറയുന്ന കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. അവൻ ചീറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ബ്രേക്കപ്പ് ആയതെന്ന് അവള് റിപ്ലൈ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് എല്ലാവരോടും പറയാമെന്ന് ആ കുട്ടി സമ്മതിക്കും. ഇതും കൂടി ആകുമ്പോൾ അവൾക്ക് ദേഷ്യവും. അവൾ തിരിച്ച പയ്യൻ്റെ അടുത്ത് എന്നിട്ട് ഞാൻ റെഡിയാണ്, എങ്ങനെയാണ് നമുക്ക് പ്രതികാരം ചെയ്തു തുടങ്ങേണ്ടത്, ഇയാൾ എന്നെ ഹെൽപ്പ് ചെയ്യല്ലോ അല്ലേ എന്ന് ചോദിക്കും. നാളെ പ്രോഡക്റ്റ് പ്രസന്റേഷൻ അല്ലേ, ഇയാൾ ഇന്ന് നേരത്തെ വീട്ടിൽ പൊക്കോളാനായിട്ട് പറഞ്ഞിട്ട് ക്യാങ് നോക്കുമ്പോൾ ജിയൂണിന് വയ്യാന്ന് മനസ്സിലാവും. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവളെ എഴുന്നേൽക്കുമ്പോൾ താഴെ വീഴും. അങ്ങനെ അവൻ ഓടിച്ചെന്ന് അവളെ എടുക്കും. എനിക്ക് പീരീഡ് ക്രാംസ് ആണ്, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് അവൾ പറയും. ആദ്യമായിട്ടാണ് ഒരാൾക്ക് അത്രയും സിവിയർ ആയിട്ട് പെയിൻ വരുന്നതൊക്കെ അവൻ കാണുന്നത്. വീട്ടിൽ കൊണ്ടുപോയിട്ട് അവൻ അവൾക്ക് വേണ്ടിയിട്ട് പോയി മെഡിസിൻ ഒക്കെ വാങ്ങിക്കൊണ്ട് വരും, കഴിക്കാൻ ഫുഡൊക്കെ റെഡിയാക്കി വെക്കും. വയ്യാതെ കിടക്കുന്നുണ്ട്, അത് ഗായുളാണെന്ന് അവൾക്ക് തോന്നും. പക്ഷെ കുറെ കഴിയുമ്പോൾ ക്യാങ് ആണെന്ന് അവൾ തിരിച്ചറിയും. പ്രസന്റേഷന്റെ സമയം എടുക്കാറാവുമ്പോഴും ജിയൂൺ എത്തിയിട്ടില്ല. അവൾക്ക് വയ്യാതായി എന്ന് എല്ലാവർക്കും മനസ്സിലാവും. ക്യാങ് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നിന്നതുകൊണ്ട് അവൾക്ക് വയ്യാഴിക വന്നതാണെന്ന് അവരൊക്കെ വിചാരിക്കും. ക്യാങ് ഈ സമയത്ത് സ്വന്തമായിട്ട് പ്രസന്റേഷൻ കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ജിയൂൺ രാവിലെ ആണെന്ന് നോക്കുമ്പോൾ ലേറ്റ് ആയി എന്ന് മനസ്സിലാവും. അവൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഓഫീസിലേക്ക് വരും. ഇയാൾ ഓക്കെ ആയിട്ടാണോ വന്നതെന്ന് ക്യാങ് ചോദിക്കും. ആണെന്ന് അവൾ ഉറപ്പ് കൊടുക്കും. മറ്റാരെക്കാട്ടിലും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഇയാൾക്കാണ്. അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിൽ വേണം അവിടെ പോയി നിന്ന് പ്രസന്റ് ചെയ്യാനെന്ന് അവളെ എൻകറേജ് ചെയ്തിട്ടാണ് സ്റ്റേജിലേക്ക് ക്യാങ് പറഞ്ഞു വിടുന്നത്. ക്യാങ്ങിന്റെ പ്രതീക്ഷ തെറ്റുന്നില്ല. ജിയൂൺ നന്നായിട്ടാണ് സ്റ്റേജിൽ നിന്നിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് അവളൊന്ന് പതറുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ട്രാക്കിലേക്ക് തിരിച്ചു വരും. പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും അവളെ അപ്രിഷിയേറ്റ് ചെയ്യും. ഇയാളുടെ ടീമിൽ ഉണ്ടായിരുന്ന കുട്ടിയല്ലേ, നല്ല മിടുക്കിയാണല്ലോ എന്ന് ഒരു എക്സിക്യൂട്ടീവ് മാനേജർ കോയോട് ചോദിക്കും. അത് എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്യും, പെട്ടെന്നൊക്കെ ചെയ്യും ആ കുട്ടീന്ന് മാനേജർ കോ പറയുമ്പോൾ പിന്നെ എന്തിനാണ് ടാസ്ക് ഫോഴ്സിലേക്ക് വിട്ടതെന്ന് ചോദിക്കും. ഒരു സീനിയർ അസോസിയേറ്റ് അല്ലായിരുന്നു ആ കുട്ടി, അങ്ങനെ കഴിവുള്ള ഒരാളെ എന്തിനാണ് മറ്റൊരു ടീമിലേക്ക് ഇത്ര ഈസി ആയിട്ട് വിട്ടുകൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അയാൾക്കൊന്നും പറയാനായിട്ടില്ല. ചുമ്മാ അല്ല ഇയാൾ ഇപ്പോഴും മാനേജറായിട്ട് ഇരിക്കുന്നത്, ടാലന്റുള്ള ആളുകളെ തിരിച്ചറിയാനായിട്ട് ഇയാൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോഴത്തേക്കിനും മാനേജർ കോയ്ക്ക് തിരിച്ചു പറയാൻ മറുപടി ഒന്നും. പ്രസിഡന്റ് ഹാനും ബാക്കി എക്സിക്യൂട്ടീവ്സും കൂടെ വെളിയിലേക്ക് വരുന്നതന്നെയാണ് ക്യാങ്ങും ജിയൂണും അവരുടെ പുറകെ ഇറങ്ങുന്നത്. ഹാൻ എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് അവരെ വീണ്ടും അപ്രിഷിയേറ്റ് ചെയ്തിട്ട് അവരുടെ കൂടെ ലഞ്ചിന് ചെല്ലാനായിട്ട് ക്ഷണിക്കും. പക്ഷെ ഞങ്ങൾക്ക് വേറെ പരിപാടി ഉണ്ട്, അതുകൊണ്ട് ഇതിന് വരുന്നില്ല എന്നാണ് ക്യാങ് അവരോട് പറയുന്നത്.
നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ടീം ഡിന്നറിന് പോകുന്നു എന്നാണ് ക്യാൻ ജിയുന്റെ അടുത്ത് പറയുന്നത്. ടീം എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളല്ലോ. ജിയുന്റെ സന്തോഷവും എന്ത് കഴിക്കാനാണ് ഇഷ്ടം എന്ന് അവൻ ചോദിക്കുമ്പോൾ ചിക്കൻ ആണ് നമ്മൾ പറയും. അവൾക്ക് ചിക്കൻ ഫ്രൈ ആണ് ഇഷ്ടം, പക്ഷെ അവൻ കൊണ്ടുപോയി വാങ്ങിക്കൊടുക്കുന്നത് ചിക്കൻ സൂപ്പാണ്. ഞാൻ റെഡിയാക്കി വെച്ചിരുന്ന ഫുഡ് ഇയാൾ കഴിച്ചില്ലല്ലോ എന്ന് അവൻ എടുത്ത് ചോദിക്കും. ഇല്ലാന്ന് അവൾ പറയുമ്പോൾ അതെനിക്കറിയായിരുന്നു, ഇയാൾ രാവിലെ ഒന്നും കഴിക്കാതെയാണ് വന്നേക്കുന്നത്, എം ടി സ്റ്റൊമക്കിൽ ചിക്കൻ ഫ്രൈ കഴിക്കുന്നത് നല്ലതല്ല, അതുകൊണ്ടാണ് ഇത് വാങ്ങിയതെന്ന് അവൻ പറയും. ഇതിനു മുമ്പും ഇയാൾ ഹെൽത്ത് ശ്രദ്ധിക്കണം, ഒരുപാട് കോഫി കുടിക്കരുതെന്നൊക്കെ അവൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവൾ ഓർത്തെടുക്കും. അവന് എന്തെങ്കിലും സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിരിക്കുകയല്ല ചെയ്യുന്നത്, ഫ്രൗൺ ചെയ്യുവാണ് ചെയ്യുന്നതെന്നും അവിടെ വെച്ചിട്ട് അവൾ തിരിച്ചറിയും. ലീ എന്ന് പറഞ്ഞ ആള് ലീവ് എടുത്ത് പോയത് ക്യാങ്ങിന്റെ പ്രഷർ കാരണമാണെന്നൊക്കെ കമ്പനിയിൽ റൂമർ ഉണ്ടായിരുന്നല്ലോ. അയാൾ തന്നെ വന്നിട്ട് ആ റൂമർ കമ്പനിയുടെ ഓൺലൈൻ ഫോറത്തിൽ അഡ്രസ് ചെയ്യും. അവിടെ സ്പ്രെഡ് ചെയ്യുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് പാനിക് അറ്റാക്സ് ഒക്കെ വരുമായിരുന്നു. പക്ഷെ അത് ആരും അറിയാതിരിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് പ്രസന്റേഷൻ വരെ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചത്. പക്ഷെ എൻ്റെ ബോസായിരുന്ന ക്യാൻ എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇയാള് ലീവ് എടുത്ത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞ് എന്നെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്തത്. ക്യാങ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നെന്ന് ചിന്തിക്കാൻ പോലും വയ്യ. ഞാനിപ്പോൾ ഒരു ലോങ് ലീവിലാണ്, പെറ്റേണിറ്റി ലീവും കൂടി എടുത്തിട്ടുണ്ട്. താമസിയാതെ തന്നെ ഞാൻ തിരിച്ച് കമ്പനിയിലേക്ക് വരുന്നതായിരിക്കും. അദ്ദേഹത്തെ പറ്റി നിങ്ങൾ അറിയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്. അദ്ദേഹം കാരണമാണ് എൻ്റെ ലൈഫ് ഇപ്പോൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നതൊക്കെയാണ് അയാൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവർ വിചാരിച്ചു വെച്ചിരുന്നതെല്ലാം തെറ്റാണെന്ന് അവിടുത്തെ ആളുകൾക്കൊക്കെ മനസ്സിലാവും. തെറ്റിദ്ധാരണ മാറ്റണം എന്ന് പറഞ്ഞിട്ട് കമ്പനിയിൽ നിന്ന് ആരോ അയാളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ഇങ്ങനെയൊക്കെയാണ് അവിടെ റൂമർ സ്പ്രെഡ് ആയിരിക്കുന്നതെന്ന് അയാളും അറിയുന്നത്. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരു റൂമർ അഡ്രസ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ജിയുണും സന്തോഷവും അവളെ കഫേയിൽ പോയി രണ്ടുപേർക്കും ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി സന്തോഷത്തോടെ ക്യാങ്ങിനെ കാണാൻ വരുമ്പോൾ അവൻ ആരെയോ മീറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് മനസ്സിലാവും. നോക്കുമ്പോൾ മിസ്റ്റോയാണ് ക്യാങ്ങിനെ കാണാനായിട്ട് വരുന്നത്. അത് കാണുമ്പോൾ ജിയു അവിടുന്ന് മാറിക്കളയും. അവർ ഓൾറെഡി ബ്രേക്കപ്പ് ആയതാണ്, മിസ്റ്റോയുടെ സെക്കൻഡ് മാരേജും കഴിഞ്ഞു. ഇവരിപ്പോഴും നല്ല ടേംസിലാണോ, എന്തായിരിക്കും അവർക്ക് സംസാരിക്കാനുള്ളതെന്നൊക്കെ അവൾ ആലോചിക്കും. ജിയുണിന് എന്തോ ഒരു അണീസിനെസ് തോന്നും. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.